ആദ്യത്തെ 2 സെന്റൻസേ വായിക്കുന്നുള്ളൂ. അതായത് 2010 സ്ഥലം ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കേരളം കൊടുത്ത കത്തിന്റെ കോപ്പിയാണ്. എത്രയേ ഉള്ളൂ. The establishment of All India Institute of Medical Sciences is a long-standing needs for the development of health sector in state. The state government had identified land at Kinalur in Kozhikode district suitable for establishing AIIMS in Kerala, and the same was communicated to the government of India as per the letter read as first paper above. Subsequently, on the basis of the decision taken in the meeting held on 20/9/2021 സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തീകരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് കത്ത് കൊടുത്തു. ആ കത്തിന്റെ ഗവൺമെന്റ് ഓർഡറിനെ കോപ്പി ചെയ്ത് ബാക്കി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാത്രം പോരാ, മാത്രം തീർന്നില്ല. ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാരിന് അവിടെയാണ് പ്രശ്നം. പറയുന്നു ഇവർ അവിടെയാണ് പ്രശ്നം. ഇതിന് ക്ലാരിറ്റി ഇല്ല. പ്രശ്നം ഇതിന് ക്ലാരിറ്റി ഏത് കാണിച്ചോ? അത് നമ്മളൊക്കെ എത്രയോ തവണ കണ്ടാണ്. ഞാൻ പറഞ്ഞതല്ല, എവിടെ കൊടുത്തു എന്ന് കൊടുത്തു കേന്ദ്ര സർക്കാരിന് സ്ഥലം ഏറ്റെടുത്തു. ഇവർ പറയുന്നതല്ലേ സ്ഥലം ഏറ്റെടുത്തു. നമ്മളിനി AIIMSലേക്ക് അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല. ഞാൻ അതിനിടയ്ക്ക് ഇവരെന്തോ പറഞ്ഞത് ഞാൻ കേട്ടു. നിങ്ങൾ പറഞ്ഞു എന്തായിരുന്നു? സാറേ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇരിക്കുന്ന സാറ് പറഞ്ഞ് നെടുവങ്ങാട് ആശുപത്രിയും തിരുവനന്തപുരത്ത് നിന്നും എല്ലാവിധ സഹായവും നമ്മൾ നൽകിയെന്ന് പറഞ്ഞു. എല്ലാവിധ ചികിത്സാ സഹായം നൽകിയിരുന്നു. ഒന്നും നൽകിയിട്ടില്ല. കാര്യം എൻ്റെ ഭാര്യയ്ക്ക് പ്രസവിച്ച് 3-ന്റെ അന്ന് തയ്യൽ വഴി മലം വരെയും 7-ന്റെ അന്ന് തയ്യൽ പൊട്ടി അതൊരു മലം വന്നിട്ടും ബിന്ദുസുന്ദര ഡോക്ടറെ വിളിച്ച് കാണിച്ചിട്ടും അവരത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു വിട്ടാണ്. വീട്ടിൽ പറഞ്ഞു വിട്ടിട്ടാണ് വീണ്ടും 6-ന്റെ അന്നായിട്ട് വീണ്ടും വന്ന് അഡ്മിറ്റാവണം. അഡ്മിറ്റായി 7 ദിവസം ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ മെഡിക്കൽ കോളേജിൽ പറഞ്ഞു വിട്ടത് തന്നെ. എന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ടും ഈ 3 തവണ ഓപ്പറേഷൻ ചെയ്തിട്ടും അതും ശരിയായില്ല. ശരിയാവാതെ വന്നതിനാൽ കിംസാറ്റി പോയി ഓപ്പറേഷൻ ചെയ്ത് റെഡിയായി തന്നെ. ഗവൺമെന്റ് ആശുപത്രി കൊണ്ടും ഒരു വിശ്വാസവും ഇല്ലാത്തതിന്റെ പേനാണ് പോയത്. ഡോക്ടർ പറഞ്ഞു ഇത് കോംപ്ലിക്കേഷൻ ആണ്, അല്ലാതെ ചികിത്സാ പിഴവല്ല. അപ്പൊ ഇത് ചികിത്സാ പിഴവല്ല, കോംപ്ലിക്കേഷൻ ആണെങ്കിൽ കോംപ്ലിക്കേഷൻ നടന്നിക്കുമ്പം ഡോക്ടർ ഒന്നെങ്കിൽ രോഗിയോടോ വീട്ടുകാരെടുത്തോ പറയേണ്ട ബാധ്യത ഡോക്ടറിനുണ്ട്. ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കടമയുണ്ട്. പക്ഷെ ഈ ഡോക്ടർ നമ്മുടെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന്. എന്തായാലും ഈ ചെയ്ത ഡോക്ടറിന് അറിയാം. എന്തുകൊണ്ട് ഭയക്കണം? ഡോക്ടറിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഡോക്ടർ എന്തുകൊണ്ടാണ് ഭയക്കേണ്ടത്? ഡോക്ടർ ഭയക്കേണ്ട കാര്യമല്ലല്ലോ. ആ സമയത്തിന് ഡോക്ടർ ഉള്ളിൽ സ്റ്റിച്ച് ഇട്ടിട്ടില്ല. ഉള്ളിൽ SITയിൽ അവിടുത്തെ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞതാ ഉള്ളിൽ സ്റ്റിച്ച് ഇട്ടിട്ടില്ല, പുറമെ മാത്രമേ സ്റ്റിച്ച് ഇട്ടിട്ടുള്ളൂ. പുറമെ സ്റ്റിച്ച് ഇട്ടതുകൊണ്ടാണ് ഈ മലം വന്നപ്പോഴത്തേക്ക് പുറത്തെ സ്റ്റിച്ചും പോയത്. ഉള്ളിൽ സ്റ്റിച്ച് ഇട്ടെങ്കിൽ അങ്ങനെ പോകൂലെന്നാണ് അവർ പറയുന്നത്. ഇത്രയും അവര് അത്രയും ഈ 2.7 സെന്റിമീറ്ററോളം നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തിനു പേടിക്കണം? അവരുടെ ഭാഗത്ത് ഒരു തെറ്റ് വന്നിട്ടില്ലെങ്കിൽ അവർ പേടിക്കേണ്ട കാര്യമില്ല. അവർക്ക് നമുക്ക് തുറന്ന് പറയാം. തുറന്ന് പറഞ്ഞ് അന്ന് തന്നെ നമുക്ക് തുറന്നുള്ള ചികിത്സ നൽകിയിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും ഈ 23 വയസ്സിന്റെ ഇടയ്ക്ക് 5 സർജറിയാണ് ചെയ്തേക്കുന്നത്. ഈ 8 മാസം കൊണ്ടാണ് എനിക്ക് സർജറി ഫുള്ള് ചെയ്തേക്കുന്നത്. ഇപ്പം മോന് അത് 4 വർഷം കൂടിയിരുന്ന് കിട്ടിയ മോന്, അവനൊന്ന് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് അവനെ എനിക്കൊന്ന് എടുക്കാനോ ഒന്ന് മുലവെട്ടാനോ അവന് എൻ്റെ ചൂട് കൊടുക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. ആ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാക്കിയത് ഈ ബിന്ദു ഡോക്ടറാണ്. ഈ ചുമ്മാ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് അവരെന്നെ അയച്ചത് കോംപ്ലിക്കേഷൻ ആണ് എന്ന് പറഞ്ഞ് തള്ളേണ്ട കാര്യമൊന്നുമില്ല. മെഡിക്കൽ ഇപ്പം നമ്മൾ ഏത് ഹോസ്പിറ്റൽ, ഇപ്പം സർക്കാരിൻ്റെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമ്മൾ ഡോക്ടർമാർക്ക് പൈസ കൊടുത്താൽ മാത്രമേ അവർ ഓപ്പറേഷൻ ഡേറ്റ് വരെ നമുക്ക് തരുള്ളൂ. അപ്പോൾ അതിനേക്കാളും നല്ല എന്തിനാണ് നമ്മൾ പ്രൈവറ്റിൽ പോകുന്നതല്ലേ നല്ലത്? നമ്മൾ പ്രൈവറ്റിൽ പോയാൽ നമ്മുടെ ജീവൻ എങ്ങനെ തിരിച്ചു കിട്ടും? ഇപ്പം ഞാൻ ജീവനോടെ ഇരിക്കുന്നതിന് കാരണം തന്നെ കടയ്ക്ക് കിംസാരി ഹോസ്പിറ്റലിൽ പോയതിനു ശേഷമാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. കാരണം അത്രയ്ക്ക് കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഞാൻ കടയ്ക്കിൽ പോണത്. മെഡിക്കൽ കോളേജിലെ ചികിത്സ എനിക്ക് ശരിയാവാത്തത് കൊണ്ടാണ് ഞാൻ പോണത്. ഡോക്ടർമാരുടെ സർക്കാർ ആശുപത്രിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ പേർക്കാണ് നമ്മൾ പ്രൈവറ്റിൽ പോണത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.